രാജേഷ് ചെറുപ്പാട്, ഇപ്പോൾ ഈ മനു തോമസിനെ അങ്ങ് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മനു തോമസ് ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. യുവജന കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന എം ഷാജറിനെതിരെയാണെന്ന് മനു തോമസ് പാർട്ടിയിൽ പരാതി പറഞ്ഞിരുന്നത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജറിന് ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണെന്ന് മനു തോമസ് ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ കണ്ണൂർ ടൗണിൽ ഷാജർ സ്വന്തമായി 2 കോടിയോളം വില വരുന്ന ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള പരാതിയുമായി ഇപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കണക്ഷനൊക്കെ അവിടെ നിൽക്കുകയും ആ കണക്ഷന്റെ ഭാഗമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ നേതാക്കൾ അവിടെയുണ്ട്. അതാണ് ആയെങ്കി അടക്കമുള്ളവർ വായ തുറന്നാൽ പുറത്തു വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന്. ആയെങ്കിൽ വാ തുറക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ടി ജി മോഹൻദാസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റ് ഉണ്ടല്ലോ. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും കാലം വൈകിയതിനെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള സാങ്കേതികമായ തൊടുന്യായങ്ങൾ പറഞ്ഞാലും ബഹുമാനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ അതിൻ്റെ സാങ്കേതികമായ ന്യായങ്ങളാണ് പറയുന്നത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ത്രീകൾക്കെതിരെ അത് ഒരു അധമ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട് അധമ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിൽ, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ആ സംഭാഷണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ്. ജനം അത് കാണുകയാണ്. അതിൻ്റെ താഴെ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ ആളുകളെല്ലാം വന്ന് നിന്നുകൊണ്ട് കമൻറ്റുകൾ ഇടുകയാണ് അല്ലേ. അപ്പം ഇത് നമ്മൾ മെല്ലപ്പോക്കല്ല, ജനാധിപത്യം ഉണർന്നിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണെങ്കിൽ ഉടനടി അന്ന് രാത്രി തന്നെ നടപടി ഉണ്ടാകണം. അന്ന് രാത്രി പോലീസ് അവിടെ വന്നിരിക്കണം. വന്നോ? ഇല്ല. അപ്പോൾ ഈ അർജുനായങ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോൾ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗമായി വന്നതാണ്. അപ്പം ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയത്തില്ല പുള്ളിക്ക്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ടി ജി മോഹൻദാസിനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും അധമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളെ നമ്മുടെ സംവിധാനത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി ഡി സതീശൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളുമായിട്ടുള്ള പലതരത്തിലുള്ള നീക്കുപോക്കുകളും ഗൂഢാലോചനകളും യോജിപ്പിൻ്റെയും തലങ്ങളുണ്ട്. അത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ്. അത് കോൺഗ്രസ്സുകാർ കാണാതെ പോകുന്നത് എന്താണ്? UDF കാണാതെ പോകുന്നത് എന്താണ്? എത്രയെത്ര ഉദാഹരണങ്ങൾ വേണം. ഇപ്പം ഏറ്റവും ഉദാഹരണമായിട്ട് വന്ദേമാതരത്തിൻ്റെ അടക്കം വിഷയം നോക്കൂ അല്ലേ. അപ്പം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അത് പ്രത്യക്ഷമായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അപ്പം ഈ പോലീസിൻ്റെ കാര്യം കൂടി പറയട്ടുള്ളൂ. അപ്പം ജന്മഭൂമി വായിച്ചു. അപ്പം ബഹുമാന്യായ കോൺഗ്രസ് നേതാവിൻ്റെ മറുപടി പറയണമല്ലോ. മറുപടി പറയേണ്ട കാര്യമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് ഈ ചോദ്യത്തിലേക്ക് വരാം. പോലീസ് സ്റ്റേഷനിൽ ജന്മഭൂമി വന്നതിനെ സംബന്ധിച്ച് ജന്മഭൂമി ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊരു ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ ജന്മഭൂമി വന്നതും ജന്മഭൂമി അവിടെ വായിക്കപ്പെടുന്നതും ഒന്നും അത്ര നിഷ്കളങ്കമായി ഒരു സ്വാഭാവിക രീതിയായി നമുക്ക് കാണാൻ കഴിയില്ല. പോലീസിനുള്ളിൽ തന്നെ സംഘപരിവാറിൻ്റെതായ രാജേഷ് ഇപ്പോൾ അതിനെ കാണുന്നത് 2 മാസമായിട്ട് അല്ല കാണുന്നത്. അതല്ലേ അങ്ങനെയല്ല കാണുന്നത്. അതല്ലേ പറഞ്ഞു വരുന്നത്. പോലീസിനകത്ത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും പോലീസ് സംവിധാനത്തിനകത്ത് അല്ല. ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതല്ല. ജന്മഭൂമി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ വരുന്നു അതിൻ്റെ പ്രചാരകരായി മാറുന്നു. അല്ലെങ്കിൽ അത് പോലീസിനകത്ത് നിൽക്കുന്ന ചില സംഘപരിവാർ യുക്തികൾ, സംഘപരിവാർ താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭരണകൂടത്തിൻ്റെ ഒരു യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട്. അതില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. അതിനെ നിയന്ത്രിക്കാൻ ഉള്ള ശക്തി ഇന്നത്തെ UDF ഗവൺമെൻറ്റിനില്ല. ആ കാരണം എന്താണ്? അവർ സംഘപരിവാറുമായിട്ടുള്ള വളരെ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള പല മാനങ്ങളിലുള്ള ബാന്ധവത്തിലാണുള്ളത്. ശരി രാജേഷ്, ഇപ്പോൾ 2 മാസമായിട്ടുള്ള ബാന്ധവത്തെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ 10 വർഷം മുൻപ് തുടങ്ങിയ ബാന്ധവത്തിന്റെ തുടർച്ചയായിട്ട് അത് കാണുന്നു എന്നുകൂടി അങ്ങ് കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് പറഞ്ഞ വാചകത്തിൽ നിന്ന് ഞാൻ അതാ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് പോലീസിന് പെട്ടെന്നുണ്ടായൊരു ബന്ധമല്ലല്ലോ. കുറച്ചു കാലമായി ആണല്ലോ. അന്നൊന്നും ഈ പ്രതിഷേധമൊന്നും കണ്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അതിൽ വളരെ കൃത്യമായിട്ട് ഇപ്പം കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞല്ലോ, പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നല്ലേ പറഞ്ഞത്. ആ കയറൂരി വിട്ടതാണ് പത്തനംതിട്ടയിൽ കണ്ടത്. അങ്ങനെ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. പാർട്ടിയിലെ ചില നേതാക്കളുമായി ഇവർക്കുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷനായിരുന്ന ഷാജിറിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഷാജിറിനെതിരെ മനു തോമസ് നൽകിയ പരാതി അവിടെ നിൽക്കുമ്പോൾ ഷാജിർ ഇങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മണിമാണികൾക്കെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്നത്.
അല്ല മണിമാളിക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മണിമാളിക കിട്ടാതിരിക്കുക എന്നൊക്കെയുള്ള ഇപ്പൊ ഇതിനു മുമ്പ് പണ്ട് പിണറായി സഖാവിന്റെ വീട് അല്ല, അങ്ങ് വേറൊരു ആളുടെ വീട് സന്ദർഭത്തിൽ നടത്തി മാറ്റിയ മണിമാളികയിലേക്ക് പോകരുത് ദയവേദ ശ്രീ രാജേഷ്. എന്റെ ചോദ്യം എന്തായിരുന്നു അങ്ങക്ക് കൃത്യമായിട്ട് അറിയാം. അല്ല മണിമാളിക ഉണ്ടാക്കുക അല്ല അതിലൊക്കെ കൃത്യമായി ഓഡിറ്റുകളുണ്ട്, കണക്കുകളുണ്ട്, അതെല്ലാം ഉണ്ടല്ലോ. ആര് കണ്ടു? ആ കണക്ക് ചോദിച്ചിട്ട് എവിടെ? മനു തോമസ് ചോദിച്ചിട്ട് മറുപടി കിട്ടിയോ? അങ്ങ് കിട്ടിയോ മറുപടി? അല്ലെന്നേ, പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചതല്ലേ ആ ചോദ്യങ്ങൾ? പുറത്തു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, പുറത്ത് അകത്ത് എന്നുള്ളതല്ല, പൊതുസമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കില്ലേ പറയണ്ടേ? അപ്പോ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ്. ഒന്ന്, പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള സംവാദങ്ങളുണ്ടാകും, അതിനകത്തുള്ള പരിഹാരങ്ങളുണ്ടാകും. മറിച്ച് സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ സമൂഹത്തോട് പറയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.